യൂറോപ്യൻ നവോത്ഥാനം ഒരു കൊളോണിയൽ കാഴ്ചപ്പാട്. യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചതെന്ന ആശയത്തിനെതിരായി നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിന് ഉദാഹരണമായ 2 പുസ്തകങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ജോർജ് G.M. ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി. 1954 ആദ്യമായി പ്രസിദ്ധീകരിച്ച ജോർജ് G.M. ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി ധീരവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ ഒരു പുസ്തകമാണ്. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളുടെയും വേരുകൾ ഉൾക്കൊള്ളുന്ന ഗ്രീക്ക് തത്വചിന്ത യഥാർത്ഥത്തിൽ പുരാതന ഈജിപ്തിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ജെയിംസ് ഈ കൃതിയിൽ വാദിക്കുന്നു. ഗ്രീക്ക് ചരിത്രത്തിൻ്റെ പരമ്പരാഗത ആഖ്യാനത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ചരിത്ര ഗവേഷണത്തിൻ്റെയും സമൂലമായ പുനർവിചിന്തനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത്. പാശ്ചാത്യ നാഗരികതയുടെയും തത്വചിന്തയുടെയും സൃഷ്ടാക്കളായി പുരാതന ഗ്രീക്കുകാരെ ആഘോഷിക്കുന്നത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. കൂടാതെ ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ ലോക നാഗരികതയ്ക്ക് ഒരു സംഭാവനയും നൽകിയിട്ടില്ല എന്ന വിനാശകരമായ ധാരണയ്ക്ക് വിശ്വാസ്യത നൽകാൻ ഈ വൻ ബൗദ്ധികവും സാംസ്കാരികവുമായ മോഷണം സഹായിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി ഈജിപ്തുകാരുടെയോ വടക്കേ ആഫ്രിക്കയിലെ ജനങ്ങളുടെയോ ബൗദ്ധിക നേട്ടങ്ങൾക്ക് പാശ്ചാത്യ ലോകം ഗ്രീക്കുകാരെ എങ്ങനെ പ്രശംസിച്ചു എന്നത് തീർച്ചയായും ആശ്ചര്യജനകമാണ്. ആധുനിക ലോകത്തിലെ തത്വചിന്ത, സംസ്കാരം, വംശം എന്നിവയുടെ ചരിത്രം മനസ്സിലാക്കുന്നതിനുള്ള ഒരു പ്രധാന ഉറവിടമാണ് ഈ പുസ്തകം. മാർട്ടിൻ ബെർണൽ എഴുതിയ ബ്ലാക്ക് അഥീന. മാർട്ടിൻ ബെർണൽ എഴുതിയ ബ്ലാക്ക് അഥീന ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക്കൽ സിവിലൈസേഷൻ എന്ന ഗ്രന്ഥം ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1987 പുരാതന ഗ്രീക്ക് സിവിലൈസേഷൻ ആഫ്രിക്കൻ, ഈജിപ്ഷ്യൻ, ഏഷ്യാറ്റിക് സംസ്കാരങ്ങളിൽ നിന്നാണ് ഉരുവാക്കപ്പെട്ടതെന്ന അവകാശവാദമുയർത്തുന്ന ഒരു വിവാദാത്മക കൃതിയാണിത്. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് ഈജിപ്തിൻ്റെയും ഫിനീഷ്യന്മാരുടെയും വലിയ സ്വാധീനമുണ്ടായതായും പാശ്ചാത്യ ചരിത്രത്തിലെ വൈറ്റ് വാഷിംഗ് പ്രക്രിയയാണ് ഗ്രീക്ക് സംസ്കാരത്തെ വെള്ളക്കാരുടെ കൈവശമാക്കി തീർക്കുന്നതെന്നും ഈ കൃതിയിലൂടെ വാദിക്കുന്നു. ബ്ലാക്ക് അഥീന പ്രസിദ്ധീകരിച്ചതിന് ശേഷം വലിയ പിന്തുണയും കനത്ത വിമർശനങ്ങളും അദ്ദേഹത്തിന് നേരിട്ടിരുന്നു.